അസ്സലാമലൈക്കും. 2 ദിവസമായിട്ടുണ്ടല്ലോ എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കറക്റ്റായിട്ട് നന്നായി പഠിക്കാൻ പറ്റുന്നില്ല, വിചാരിച്ച പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സാറ്റർഡേ സൺഡേ പറയണ്ട, ബുക്ക് തൊടാൻ പറ്റുന്നില്ല. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് കറക്റ്റാണ്, ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട്. മെയിനായിട്ട് കറക്റ്റ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് പ്രശ്നം വരുന്നത് നമ്മുടെ കറണ്ട് അഫെയർസ് എത്തുമ്പോഴാട്ടോ. കറണ്ട് അഫെയർസ് സാധാരണ എടുക്കുന്നതിനെക്കാട്ടിയും കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് ഇപ്പോൾ. എന്നാലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഡൗൺ ആവുമ്പോൾ ഞാൻ എന്നെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അത് നമുക്ക് കാര്യമായിട്ട് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഈ നമുക്ക് തന്നെ മോട്ടിവേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, കറക്റ്റ് സ്റ്റെപ്പൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കില്ലേ ചില കാര്യങ്ങൾ. ഒന്ന് ഡൗൺ ആവുമ്പോൾ അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കും. നീ ഇങ്ങനെ ആയാൽ പറ്റില്ല, മുന്നൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിനക്കൊരു ലക്ഷ്യമില്ലേ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ പറയുകയാണ്. അത് കുറച്ച് ദിവസം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഓക്കെ ആവും, നമ്മൾ പഴയ ഫോമിലേക്ക് വരും. ഒരു ജോലി എന്നത് നമുക്കൊരു ധൈര്യമാണ്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ ഉപ്പ, ഹസ്ബൻഡ്, അനിയൻ ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്കൊരു ജോലി എന്ന് പറയുമ്പോൾ, നമ്മൾ അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറൊരു സുഖമാണല്ലോ. അതും നമ്മൾ ആഗ്രഹിച്ച ജോലി ചെയ്തിട്ട് നമുക്ക് കാശ് കിട്ടുമ്പോൾ അതിന് ഇരട്ടി മധുരം എന്ന് പറയുന്ന സന്തോഷമായിരിക്കും. എനിക്ക് ബുക്സ് വായിക്കുന്ന ശീലമുണ്ട്. സ്വന്തമായിട്ട് കാശ് കൊടുത്തിട്ട് ഇന്നേ വരെ ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ടില്ല. അപ്പം അനിയൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പം അവനോട് നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് പറഞ്ഞാൽ അവൻ വാങ്ങിയിട്ട് വരും, വീട്ടിൽ ആരോട് പറഞ്ഞാലും വാങ്ങിയിട്ട് വരും. പക്ഷെ നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് ഇതുവരെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടില്ല. അതെനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്, ചെറിയൊരു ബുക്ക് കളക്ഷൻ. നമ്മുടെ കാശ് കൊടുത്തിട്ട് വാങ്ങിച്ച ബുക്കിൻ്റെ ഒരു കളക്ഷൻ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതേപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണണം, അത് ഭയങ്കരമായിട്ടൊരു മനസ്സിൽ. പക്ഷെ നമ്മൾ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകും, പക്ഷേ നമ്മുടെ കാശ് കൊടുത്തിട്ട് പോകുമ്പോൾ അത് വേറൊരു സുഖമല്ലേ. എനിക്ക് സെൽഫ് മോട്ടിവേഷൻ നന്നായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കൂ. നമ്മൾ തന്നെ ചുമ്മാ നമ്മളോട് തന്നെ പറയുക, നമുക്കിങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ അതേപോലെ വേറെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്, നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ നമുക്ക് ഞാനെന്ന് പറയുന്നത്, ഞങ്ങൾ വളരെ സാധാരണയായിട്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് സാധിക്കാൻ. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ബാധ്യതയാണെങ്കിലും ശരി, പിന്നെ അതുപോലെ നമ്മുടെ പാരൻസ്, അവർ വയസ്സായതാണ്, അവരെ നമുക്ക് സഹായിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു എനർജി വരും. ഓക്കെ, എത്ര ഡൗൺ ആയിരുന്നാലും നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എണീറ്റ് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. എനിക്ക് കുറച്ച് ശീലങ്ങളുണ്ടായിരുന്നു കേട്ടോ. പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് തൊട്ടിട്ട് തന്നെ ഈ ഫോൺ ഇത്തിരി അത്യാവശ്യം. ഈ ഫോണ് ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നാലും ജസ്റ്റ് നോക്കും, എന്തോ നമുക്ക് കാര്യമായിട്ടുള്ള മെസ്സേജുകളൊന്നും അല്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും എന്താണ്. അപ്പോൾ അങ്ങനെ ഈ ഫോൺ വെച്ചിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവം എനിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ. പിന്നെ ഞാൻ അതിൽ നിന്ന് എനിക്ക് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ മാറ്റി വെച്ചാൽ എണീറ്റ് പോയി നോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്ത് നമ്മുടെ മൈൻഡ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളോട് പോയി നോക്കാൻ. എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ടൈം ഇങ്ങനെ പോകും, നമ്മുടെ കയ്യിൽ ടൈം നിൽക്കില്ല. ഞാൻ തന്നെ വിചാരിച്ചിട്ട് മാറ്റിയതാണ്. ഇപ്പോൾ നമുക്ക് ക്ലാസ് കാണുമ്പോൾ എന്തായാലും ഫോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫോൺ വയ്ക്കും, കാണും, അത് നോട്ട്സ് എഴുതിയെടുക്കും. വേറെ ഒന്നും ശ്രദ്ധിക്കില്ല, വേറെ നോട്ടിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ മൈൻഡിനെ നമ്മളങ്ങനെ ആ പഴയ ശീലത്തോട് മാറ്റി പുതിയ ശീലത്തോട് നമ്മൾ കൊണ്ടുവരികയാണ്. ക്ലാസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സാധാരണ നെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും സുഖമായിട്ട് നമുക്ക് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ എനിക്കുള്ളൊരു ദുശീലം എന്തായിരുന്നു എന്നറിയോ, ഈ മുടിയിൽ കളിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ നമ്മൾ പേനയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് വലിച്ചിട്ടും അത് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് തന്നെ അറിയാം, അതിന് മുടി നന്നായിട്ട് പൊഴിയണൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മുന്നേക്കെ. ഇപ്പോഴും ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതിങ്ങനെ വലിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് തന്നെ അറിയാം, പക്ഷെ നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ പോലും അറിയാണ്ട് പോവില്ലേ. അതും ഞാനിപ്പോൾ മാറ്റിയെടുത്തു കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തു. പക്ഷെ ഇപ്പോഴും മാറാത്തൊരു ശീലമുണ്ട്. അത് ചിലപ്പോൾ ഏകദേശം എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ നമ്മൾ സ്കൂൾ ബാഗ് അഴിച്ചു വെച്ച് നമ്മൾ ഓടുന്നത് കിച്ചണിലേക്കായിരിക്കും. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പലഹാരങ്ങൾ, ഇപ്പോൾ സ്നാക്സൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ഡപ്പ, അതിപ്പോഴും ഉണ്ട്. അത് ഇവിടെ ഇപ്പോഴും ഉണ്ട്. തത്തും പാത്തുമൊക്കെ അത്
ഇങ്ങനെ ഇങ്ങനെ പാത്തുമൊക്കെ ഇങ്ങനെ ഒക്കിൽ വെച്ചിട്ടേ നടക്കും. ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ അതിലോട്ട് പോയിട്ട് ഫസ്റ്റ് അങ്ങോട്ട് ചാടും, അതിലുള്ളതെല്ലാം തിന്നും, എന്നിട്ട് കവറൊക്കെ ആയി തന്നെ വെച്ചിട്ടൊക്കെ വരും. ഇപ്പോഴും പഠിക്കാനിരുന്ന അതിൻ്റെ മെയിൻ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഇടയ്ക്ക് എണീക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വിശപ്പ് വരും, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. അപ്പം മെല്ലെ എടുത്തിട്ട് പോകും, ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് വരാം, എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എണീച്ച് പോകും. അങ്ങനെ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും. പിന്നെ രാത്രി പഠിക്കുന്നത് പറയുന്നത് പിന്നെ മെയിന് കൈ കൊണ്ട് എഴുതലാണെങ്കിലും എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കും. രാത്രി എനിക്ക് തന്നെ പണി. അത് ഹെൽത്തി അല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും ചില ശീലങ്ങളുണ്ടല്ലോ, നമുക്ക് വിട്ടുമാറാത്ത ശീലങ്ങൾ. അതേപോലെ തന്നെയാണ് ഒരു കാര്യമാണ് എനിക്കിത്. ഈ സ്നാക്സ് നമ്മൾ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് മൈൻഡിലോട്ട് അത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് ചെറുതായിട്ടൊരു വിശപ്പ് അല്ലെങ്കിൽ ബിസ്ക്കറ്റിനെ കുറിച്ച് ഓർമ്മ വരിക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മെല്ലെ എണീറ്റ് പോകും. അതേപോലെ തന്നെ രാത്രി പിന്നെ ഞാൻ അടുക്കളയിലായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഓർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല, നോക്കിയാൽ തന്നെ കാണാം. ഈ ശീലം എനിക്ക് പണി തരാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ എണീറ്റ് പോയിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ പഠിച്ചിരുന്ന ആ ഫ്ലോ അങ്ങോട്ട് പോകും. ചിലപ്പോൾ നമ്മൾ മുന്നേ കഴിക്കാൻ പോകുന്നതിന് മുന്നേ അടിപൊളിയായി പഠിച്ചിട്ടുണ്ടാവും, പഠിക്കുമ്പോൾ വേഗം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പിന്നെ പോയിട്ട് ഒരു കുഞ്ഞ് ബ്രേക്ക്, എന്തായാലും 10 മിനിറ്റ്സ് എടുക്കുമല്ലോ, നമ്മൾ കുഞ്ഞ് ബ്രേക്കും കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ആ ഫ്ലോ അങ്ങോട്ട് പോകും. പിന്നെ പഠിച്ചിട്ട് വേഗം കിട്ടാത്ത പോലെ, മുന്നേ നന്നായി പഠിച്ചിട്ട് വേഗം സ്പീഡ് കിട്ടിയിട്ടുണ്ടാവും, പിന്നെ അതുപോലെ കോൺസെൻട്രേഷൻ കിട്ടാത്ത പോലെ. അപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഞാൻ തന്നെ വിചാരിക്കും, എന്തിനാ ഇപ്പോൾ ഞാനിവിടെ എണീറ്റ് പോയത്, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് അറിയില്ലേ. അതേപോലെ നന്നായിരുന്നു പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇരുന്നാണെങ്കിൽ ഇപ്പോൾ ഈ ടോപ്പിക്സൊക്കെ എനിക്ക് കവർ ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശീലം എനിക്ക് നല്ലതല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. ഇത് മാറ്റിയെടുക്കാനാട്ടോ ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ട്, അത്ര പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ 2 ദിവസമായിട്ട് പഠനത്തിന് വലിയ കുഴപ്പമില്ല. വൈകുന്നേരത്തെ ടൈം മാത്രമേ ഇച്ചിരി പ്രശ്നമുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തത്തൂന് എക്സാം ആയതുകൊണ്ട് വൈകുന്നേരം അവനെ പഠിപ്പിക്കാനിരിക്കണ കാരണം ആ സമയം നേരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും കറണ്ട് അഫെയർസ് ആണ് ഇപ്പോഴും ഒരു സ്ലോയിൽ പോകുന്നത്. പക്ഷെ ഞാൻ ഫിനിഷ് ചെയ്യും കേട്ടോ, എല്ലാം ഡേ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യും. പക്ഷെ അത് നമ്മൾ വിചാരിച്ച ടൈം ഇനി കാട്ടിയും കുറച്ചും കൂടി ചിലപ്പോൾ എടുക്കാറൊക്കെ ഉണ്ട്.